നമസ്കാരം. രാഷ്ട്രീയ സ്വയം സേവക സംഘം, അതായത് RSS, അതിന്റെ 100ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട്, അല്ലേ? ഈ 100 വർഷത്തെ യാത്രയെ അവർ സ്വയം എങ്ങനെയാണ് കാണുന്നത്? അവരുടെ ശതാബ്ദി ആഘോഷങ്ങൾക്കായി തയ്യാറാക്കിയ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് അനുസരിച്ച് അവരുടെ ആ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. അവരുടെ മുഴുവൻ ആഖ്യാനവും തുടങ്ങുന്നത് തന്നെ അവരുടെ പ്രാർത്ഥനയിലെ ഈ ആദ്യ വരിയിൽ നിന്നാണ്. നമസ്തേ സദാ വത്സലേ മാതൃഭൂമി, അതായത് വാത്സല്യനിധിയായ അമ്മയെ ഭാരതത്തെ എപ്പോഴും നമിക്കുന്നു എന്ന്. അവരുടെ രേഖകൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു ഭക്തിയും സമർപ്പണവുമാണ് അവരുടെ 100 വർഷത്തെ യാത്രയുടെ ആകെത്തുക. എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ വികാരമാണ്. ശരി, അപ്പോൾ ഈ ഒരു സമർപ്പണം, അതിൽ നിന്ന് രൂപപ്പെട്ട ദൗത്യം എന്തായിരുന്നു? ഏതൊരു സംഘടനയെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴി അവരുടെ സ്ഥാപക ലക്ഷ്യം എന്തായിരുന്നു എന്ന് നോക്കുന്നതാണല്ലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. കഥ തുടങ്ങുന്നത് 1925-ലാണ്. ഒരു വിജയദശമി ദിവസം നാഗ്പൂരിൽ വെച്ചാണ് RSS തുടങ്ങുന്നത്. അവരുടെ ലക്ഷ്യം ചെറുതൊന്നുമായിരുന്നില്ല, വളരെ വലുതായിരുന്നു. ഭാരതത്തിനൊരു പുനർജന്മം നൽകുക, അതിന്റെ യഥാർത്ഥ സാംസ്കാരിക തനിമ വീണ്ടെടുക്കുക, അതായത് വെറുമൊരു സംഘടന എന്നതിലുപരി രാജ്യത്തെ മൊത്തത്തിൽ പുനരുജ്ജീവിപ്പിക്കാനുള്ളൊരു പ്രസ്ഥാനമായാണ് അവർ സ്വയം കണ്ടത്. ഇപ്പോൾ അതേ ദൗത്യവുമായിട്ട് 2025-ൽ അവർ 100ാം വർഷത്തിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ്. ഓക്കെ, ലക്ഷ്യം വളരെ വലുതാണ്. പക്ഷേ അതെങ്ങനെയാണ് അവർ നേടാൻ ശ്രമിച്ചത്? ഒരുപക്ഷേ അവരുടെ ആഖ്യാനത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഭാഗം ഇനിയാണ് വരുന്നത്. കാരണം അവർ പറയുന്നത് അവർ തിരഞ്ഞെടുത്തത് ഒരു എളുപ്പം വഴിയല്ല, മറിച്ച് ഏറ്റവും കഠിനമായ പാതയാണെന്നാണ്. അതെ, അവർ ഉപയോഗിക്കുന്ന വാക്ക് ഇതാണ്: കണ്ടകനിബിഡമായ മാർഗം, അതായത് മുള്ളുകൾ നിറഞ്ഞ വഴി. ഇത് വെറുമൊരു വാക്ക് മാത്രമല്ല. സുഖമുള്ള വഴികളൊക്കെ ഒഴിവാക്കി മനഃപൂർവ്വം കഠിനമായ പരീക്ഷണങ്ങളെയും വെല്ലുവിളികളെയും ഏറ്റെടുത്ത് ഒരു നൂറ്റാണ്ടിന്റെ കഥയാണ് അവർ ഈ യാത്രയെ കാണുന്നത്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: എന്തിനാണ് ഈ കഠിനമായ വഴി? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ആശയം: വ്യക്തിനിർമ്മാണം. സിമ്പിളായി പറഞ്ഞാൽ സ്വഭാവരൂപീകരണം. നമ്മൾ പറയില്ലേ, സ്വർണം ശുദ്ധീകരിക്കണമെങ്കിൽ തീയിലിടണമെന്ന്? അതുപോലെ കഠിനമായ ശാരീരികവും മാനസികവുമായ അനുഭവങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന് ഉറപ്പും കരുത്തും കിട്ടൂ. ഇതാണ് അവരുടെ ഫിലോസഫി. ശരിക്കും പറഞ്ഞാൽ അവരുടെ മുഴുവൻ പ്രവർത്തന രീതിയുടെയും ആണിക്കല്ലിതാണ്. ഓക്കെ, അപ്പോ പ്രവർത്തനരീതി വ്യക്തിനിർമ്മാണമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സിലൂടെ രൂപപ്പെടുന്ന വ്യക്തി ആരാണ്? ആ ആദർശ വ്യക്തിയെ, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ നമുക്കൊന്ന് അടുത്തറിയാം. അവരാണ് സ്വയംസേവകർ. അതായത് പുറത്തുനിന്ന് ആരും നിർബന്ധിച്ചിട്ടല്ല, സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുന്നവർ. അവരുടെ കാഴ്ചപ്പാടിൽ ഈ സംഘടന എന്ന വലിയൊരു കെട്ടിടം പണിതിരിക്കുന്നത് ഈ സ്വയംസേവകൻ എന്ന ഓരോ ഇഷ്ടിക വെച്ചിട്ടാണ്. അതുകൊണ്ടുതന്നെ സംഘടനയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സുമെല്ലാം ഈ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. അപ്പോ ഇങ്ങനെയുള്ളൊരു സ്വയംസേവകന് 3 ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്: ത്യാഗം, ധർമ്മം, ശ്രുതം. ഒന്നാമത്തേത് ത്യാഗം, അതായത് സ്വന്തം കാര്യം മാത്രം നോക്കാതെ സമൂഹത്തിനു വേണ്ടി ജീവിക്കുക. 2, ധർമ്മം. കാലവും സാഹചര്യങ്ങളും എത്ര മാറിയാലും ശരിയുടെ പക്ഷത്ത്, ധർമ്മത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുക. പിന്നെ മൂന്നാമത്തത് ശ്രുതം. കാലത്തെ അതിജീവിക്കുന്ന ശാശ്വതമായ അറിവുകളെയും സത്യങ്ങളെയും പിന്തുടരുക. ഇതൊക്കെ ചേർന്നതാണ് ഒരു സ്വയംസേവകന്റെ ജീവിതചര്യ. ഓക്കെ, അപ്പോ വ്യക്തിനിർമ്മാണത്തിലൂടെ നല്ല സ്വയംസേവകർ ഉണ്ടാകുന്നു, ഫൈൻ. പക്ഷേ ഇതുകൊണ്ട് രാഷ്ട്രത്തിനെന്ത് പ്രയോജനം? വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ഈയൊരു ബന്ധം, ആ കണക്ഷൻ എങ്ങനെയാണ് അവരുടെ ആഖ്യാനം വിശദീകരിക്കുന്നതെന്ന് നോക്കാം. ഒരുപക്ഷേ ഇതാണ് ഈ മുഴുവൻ കഥയുടെയും ക്ലൈമാക്സ്. അവരുടെ വാദം വളരെ സിമ്പിളാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവം നന്നായാൽ അത് രാജ്യത്തിന്റെ സംസ്കാരത്തെ തന്നെ പുനരുജ്ജീവിപ്പിക്കും. അതായത് ഒരു രാജ്യത്തെ നന്നാക്കാൻ റോഡുകളും കെട്ടിടങ്ങളും മാത്രം പണിതാൽ പോരാ, ആദ്യം നല്ല സ്വഭാവമുള്ള മനുഷ്യരെ ഉണ്ടാക്കണം. ഓരോ വ്യക്തിയും സ്വയം മെച്ചപ്പെടുമ്പോൾ ആ മാറ്റം പതിയെ കുടുംബത്തിലേക്കും പിന്നെ സമൂഹത്തിലേക്കും വ്യാപിക്കും. ഒടുവിൽ അത് രാഷ്ട്രത്തെ ആകെ പുനരുജ്ജീവിപ്പിക്കും. അതാണ് ആശയം. ശരി, ഇതൊക്കെ തിയറിയല്ലേ? ഇത് പ്രാക്ടിക്കലാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടിയായിട്ടാണ് അവർ ഈ ഉദാഹരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്.
അടൽ ബിഹാരി വാജ്പേയി, നരേന്ദ്രമോദി തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ. അതുമാത്രമല്ല, തങ്ങളുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിദ്യാഭ്യാസം, സാമൂഹ്യസേവനം, സാംസ്കാരികം ഇങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെയും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതെല്ലാം വ്യക്തിനിർമ്മാണം എന്ന തങ്ങളുടെ അടിസ്ഥാന ആശയത്തിന്റെ വിജയമായാണ് അവർ വിലയിരുത്തുന്നത്. അപ്പോ എന്താണ് അന്തിമ ലക്ഷ്യം? എൻഡ് ഗോൾ എന്താണ്? അവരുടെ ആഖ്യാനമനുസരിച്ച് ഭാരതം ലോകത്തിനാകെ വഴികാട്ടുന്ന ഒരു വിശ്വഗുരുവായി മാറണം. അത് സംഭവിക്കുന്നത് വരെ ഈ വ്യക്തിനിർമ്മാണം എന്നു പറയുന്ന പ്രക്രിയ ഒരു തപസ് പോലെ തുടർന്നുകൊണ്ടേയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു 100 വർഷം കൊണ്ട് തീരുന്ന പദ്ധതിയല്ല, മറിച്ച് ഒരു യുഗദൗത്യമായാണ് അവരിതിനെ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും രസകരമായൊരു ചോദ്യത്തിലേക്ക് എത്തുന്നത്. ഒരു നൂറ്റാണ്ട് പൂർത്തിയായി. സാധാരണഗതിയിൽ അതൊരു വലിയ യാത്രയുടെ അവസാനമാണല്ലേ? പക്ഷേ ഈ ആഖ്യാനമനുസരിച്ച് ഭാരതം വിശ്വഗുരു ആകുന്നതുവരെ ഈ തപസ് തുടരുമെങ്കിൽ അപ്പോ ഈ 100 വർഷമെന്നത് ഒരു തുടക്കം മാത്രമാണോ? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് നമ്മൾ ഈ വിശകലനം ഇവിടെ നിർത്തുന്നു.